മംഗല്യം തന്തുനാനി. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അശോകിനെ എല്ലാം കൊണ്ട് അവിടെ വരിയിൽ നിർത്തിയേക്കും അമ്മയവള്. അല്ലെങ്കിൽ ഇത്രയും മാസം ഒരു മുറുക്കിൽ കഴിഞ്ഞത് അവൻ ആരോടൊന്നും മിണ്ടാൻ പോയിട്ട് ആരെങ്കിലും കണ്ടാൽ ഗർജിക്കുന്ന അവൻ എങ്ങനെയാ ഈ രീതിയിൽ മാറിയെന്നാ വലിഞ്ഞു മുറിയ മുഖത്തോടെ പറയുമ്പോൾ മാലിനി അവൾ നോക്കി വിഷമത്തോടെ തലതാഴ്ത്തി. ഇതേ സമയമാണ് പുറത്തുപോയി വരികയായിരുന്ന നീരവ് അകത്തേക്ക് കയറാനൊരുങ്ങിയതും കണ്ടു. വലിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന സാഗുന്തിയും നിരാശയോടെ നിൽക്കുന്ന തൻ്റെ അമ്മയും. എന്താ എന്തുപറ്റി? നിങ്ങൾ രണ്ടുപേരെന്താ അവിടെ ഇരിക്കുന്നത്? മോനെ, വലിയ വിഷമത്തോടെ വിളിച്ച് മാലിനി. എന്തുപറ്റി അമ്മ? ചോദിക്കുന്നതോടൊപ്പം അവരെയും സാഗുന്തിയെയും നോക്കി. അവളുടെ കവളിൽ പതിഞ്ഞു നിൽക്കുന്ന വിരലടയാളത്തിൽ നെറ്റി വിളിച്ച് നോക്കി അവൻ. നിന്നാരടിച്ച്? ഏട്ടാ. അവരെ നോക്കി വിരുമ്പിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു അവൾ. സാഗുന്തി നിന്നോടാ ചോദിച്ചത്? മോനെ, ആ നാശം പിടിച്ചവളാ ഇതിനെല്ലാം കാരണം. മാലിനി പറയുന്ന കേട്ടൊന്നും മനസ്സിലാവാത്ത ഭാഗത്തോടെ നോക്കി അവൻ. മാലിനി അവനെ നോക്കി വിഷമത്തോടെ ഉണ്ടായതെല്ലാം പറഞ്ഞു. ഡാ, ആ ഭ്രാന്ത് നിന്റെ അനിയത്തെ തല്ലിയ കണ്ട നീ എന്ത് ചെയ്താൽ ആരും ഒന്നും ചെയ്യില്ല. അവനെ അതിന്റെ അഹങ്കാരം അവൾക്കും. നിങ്ങൾ വിഷമിക്കണ്ട, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. മനസ്സിലെന്തൊക്കെയാ കണക്കൂട്ടി അവൻ അകത്തേക്ക് കയറി. സ്റ്റെയർ കയറി തന്റെ മുറിയിലേക്ക് നടന്നു പോകുമ്പോൾ കണ്ടു ഡോർ തുറന്ന അശോകിന്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ചു വരുന്ന നിധിയെ. ലൈറ്റ് പിങ്ക് കളർ ചുരിദാറ് അവൾക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി അവന്. പെട്ടെന്ന് അവളുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കാണാൻ മുഖത്ത് പുച്ഛവും ദേഷ്യവും ഇരച്ചു കയറി. തിരികെ നടക്കാൻ ഒരുങ്ങിയതും എന്തോർത്ത പോലെ അവർക്കടുത്തേക്ക് ചെന്നു അവൻ. ഹായ് നിധി. ഹായ് അശോക്. എങ്ങോട്ടാ നിധി ഇവനെയും കൊണ്ട്? വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നോ, ഇല്ല നീരോ, അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അശോകിനെയും കൂടെ നടക്കാൻ ഇറങ്ങിയതാ. ഓ, അത് ശരി, ഓക്കെ. നിധിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ പഠിക്കണ്ട. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. എനിക്ക് കൂട്ടായിട്ട് അശോക് ഉണ്ടല്ലോ. അവളുടെ വാക്കിൽ എന്തോ ഒരു പരിഹാസമുള്ള പോലെ തോന്നി അവന്. ആ, ഓക്കെ. ആക്ച്വലി അശോകിനെ കൊണ്ട് പറ്റാത്ത പോലെ സഹായം നിധിക്ക് വേണമെങ്കിൽ ഈ നീരവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അവന്റെ വാക്കിൽ അർത്ഥം മനസ്സിലായതും അറപ്പോടെ അവൻ നോക്കി മുഖം തിരിച്ചവൾ. അവൾ നോക്കിയൊരു വഷളം ചിരിയോടെ കണ്ണിറുക്കി കാണിച്ച് ഉളമടിച്ചുകൊണ്ട് നടന്നു നീങ്ങിയവൻ. നീതി അവൻ പോകുന്ന അറപ്പോടെ തന്നെ നോക്കിക്കൊണ്ട് അശോകിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനിറങ്ങുമ്പോൾ അശോകിനെയും കൂടെ കൂട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ അവന്റെ അവസ്ഥയോർത്ത് അരുന്ധതിയും സരസ്വതിയും അതിന് നല്ല രീതിയിൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളും കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. കാര്യസ്ഥൻ മനോഹർ ഡ്രൈവർ ഏൽപ്പിച്ച കാർ എടുത്തു വന്നെങ്കിലും അവൾ വേണ്ട നടന്നു നോക്കോളാന്ന് പറഞ്ഞു. എങ്കിലും അരുന്ധതി അതിന് സമ്മതിച്ചില്ല. കുറച്ചേ ഉള്ളൂവെങ്കിലും ഒറ്റയ്ക്ക് അവളെ വിടാൻ അവർ ഒരുക്കമായില്ല. കാറിൽ കയറി അവൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ബാൽക്കണിയിലൂടെ നോക്കി നിന്നു നീരവ്. സാരിയിൽ ഒരുങ്ങിയിറങ്ങി അവൾ അവന്റെ കണ്ണുകളൊന്നാകെ ചൂഴ്ന്നെടുക്കുന്നുണ്ടായിരുന്നു. കാറ് കൈലാസത്തിന്റെ ഗേറ്റ് കടന്നു പോയതും റൂമിലേക്ക് ചെന്നൊരു ട്രാക്ക് പാനും ടീഷർട്ടും ഇട്ട് കാറിന്റെ കീ എടുത്താവും പുറത്തേക്ക് പോയി. ക്ഷേത്രത്തിലെത്തിയ നിധി ഡ്രൈവറോട് അല്പം മാറി കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കാർ അവിടെ പാർക്ക് ചെയ്താൽ മതിയെന്ന്. പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു. അവളെ കാണുന്നവരെല്ലാം ഒരു ബഹുമാനത്തോടെയുള്ള പുഞ്ചിരി അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു. ദേവിയുടെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ എന്നത്തെയും പോലെ അശോക് മാത്രമായിരുന്നു ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അശോകിന് വേണ്ടി പ്രത്യേക പൂജയിൽ നേർന്ന് ഒന്നാകെ തൊഴാനൊരുങ്ങുമ്പോഴാണ് ആരോ തന്നെ പാളി നോക്കുന്നത് കണ്ടത്. ഇടയ്ക്കെല്ലാം ഇതുപോലെ താൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴെല്ലാം അന്നൊന്നും ഇത്ര കാര്യമാക്കിയില്ല. എന്നാൽ എന്തിനാവും? ആരായിരിക്കും? പല പല സംശയത്തോടെ അവൾ അങ്ങോട്ട് ഏന്തി നോക്കിയതും തന്നെ നോക്കുന്ന ആൾ വേഗം മറഞ്ഞു നിന്നു. കണ്ടുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെ പതിയെ നടന്ന് തൊഴുത് അവിടെ എത്തി ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. അവിടെ ഒന്നാകെ കയ്യിൽ ഇലച്ചിന്നും പിടിച്ച് നടന്നു അവൾ. ആരെയും കാണുന്നില്ലെന്ന് കണ്ടതും തിരികെ നടന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. പടികളിറങ്ങുമ്പോൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അവൾ ആരെയും കാണുന്നില്ല. ആരായാലും തന്റെ മുന്നിൽ വരാതിരിക്കില്ലെന്ന ചിന്തയോടെ അവൾ പടികളിറങ്ങി താഴെ എത്തി. കാർ പാർക്കിംഗ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്തെത്തിയതും അവിടെ താൻ വന്ന കാറിന് പകരം നീരവിന്റെ കാറും കൈകൾ പിണച്ചിട്ടി തന്നെ കാത്തുനിന്നോട് അവിടെ നിൽക്കുന്ന അവനെയും കണ്ടതും അവൾ ചുറ്റുമൊന്ന് നോക്കി. എന്താ നിധി ഇങ്ങനെ നോക്കുന്നത്? ഡ്രൈവർ പോയി. ഞാനുള്ളപ്പോൾ എന്തിനാ നിധി അയാളുടെ ആവശ്യം? അയാളിനെ കാരണം ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നിധി വന്ന് കാറിൽ കയറും. നമുക്ക് ഒന്നും രണ്ടും മിണ്ടിയും പറഞ്ഞും പതിയെ പോവാം. പിന്നെ വേണേ അശോകിന് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാം. അവന് കളിക്കാൻ പറ്റിയ വല്ല പാവയോ അങ്ങനെ എന്തെങ്കിലും. താരക്ക് എത്ര തരം താഴ്ന്ന മനുഷ്യനാണോ? തൻ്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. എനിക്കറിയാം എങ്ങനെ പോണെന്ന്. അവനോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നിധി തിരികെ നടന്നു തുടങ്ങി. ഏയ് നിധി വിളിച്ചുകൊണ്ട് അവൻ പുറകെ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. വെറുതെ വാശി കാണിക്കലേ നിധി, വന്ന് കാറി കയറി. ഇതുപോലെ വാശി കാണിച്ച കുറേ എണ്ണത്തിനെ കണ്ടതാ ഈ നീരവ് ശർമ്മ. പിന്നെയാണോ നീ? അതേ നീരു, നിങ്ങൾ കുറേ എണ്ണത്തിനെ കണ്ടു കാണും. എന്നാൽ അതിനൊന്നും ഈ നിധിയെ നിങ്ങൾ കിട്ടില്ല. ഇത് നിങ്ങൾ കണ്ട ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോഴേക്കും നിന്റെ കിടപ്പുന്നിൽ വരുന്നവളല്ല നീരവ്. ഇത് നിധിയാ, നിധി അശോക് ഗുപ്ത. ആ, നമുക്ക് നോക്കാം ഈ നിധിയുടെ മനസ്സും ചാഞ്ചാടുമെന്ന്. അത് തന്റെ വെറും വ്യാമോഹം മാത്രമായിരിക്കും. പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. വീണ്ടും അവളുടെ കൈകൾ പിടിമുറുക്കിയവൻ. ആ, അങ്ങനെ അങ്ങ് പോയാലോ നിധി?
കൈയെടുക്ക്, ആളുകൾ ശ്രദ്ധിക്കുന്ന നീരവ്, കൈയെടുക്കാൻ. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യടി, കാണുന്നവർ കാണട്ടെ. എന്നാലും നീ എന്നിൽ എത്തുന്നിതി. അവൻ പറഞ്ഞു തരും മുമ്പേ അവളുടെ കൈകൾ അവന്റെ കവിളിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു. അവളുടെ കൈകൾ തന്റെ കവിളിൽ പതിഞ്ഞതൊട്ടും വിശ്വസിക്കാൻ കഴിയാതെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കി നീരവ്. ഒരു നിമിഷം അവന്റെ മിഴികൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ചിലർ അവരെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അപമാനത്തിന്റെ പടുകുഴിയിൽ വീണ് നിൽക്കും പോലെ തോന്നി അവന്. ഞാൻ പറഞ്ഞില്ലേ നീരവ്, നീ കരുന്ന ഒരു പെണ്ണല്ല ഞാനെന്ന്. ഇനി നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ കൈകൾ തന്നെ ഇനി നിനക്ക് മറുപടി നൽകും. വീറോടെ പറയുന്നവളെ പകരുന്ന കണ്ണുകളോടെ നോക്കിയവൻ. നീ കാത്തിരുന്നോ നിധി, ഇതിന് നീ കരയും. ഈ നീരവ് ശർമ്മയാ പറയുന്നത്. അവസാനം എന്റെ കാൽ കീഴിൽ ആട്ടിയറവ് പറയുന്ന നിധി നീ. ഇല്ല നീരവ്, ഒരിക്കലും അത് സംഭവിക്കില്ല. സ്വയം വെന്തു മരിക്കേണ്ടി വന്നാലും നീ പറഞ്ഞു ഒരിക്കലും നടക്കില്ല. ഉറപ്പുള്ള വാക്കുകളോടെ പറയുന്നവളെ ഒരു പുച്ഛത്തോടെ നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തന്നെ കാറിലേക്ക് കയറിയവൻ. അവനെ പുച്ഛിച്ചു നോക്കി നിധി തിരികെ നടന്നു. കാറിൽ നിന്നും സ്റ്റിയറിംഗിൽ ഇറുകെ പിടിച്ച് അവളെ രൂക്ഷമായി നോക്കിയവൻ. അവളുടെ കൈ പതിഞ്ഞത് വീണ്ടും മനസ്സിലേക്ക് വന്നു. കണ്ണുകൾ ഇറുക്കി പല്ലുകൾ കൂട്ടിക്കടിച്ച് കവിളിൽ കൈവച്ചു. ക്രൂരമായ ഭാവത്തോടെ കണ്ണുകൾ വലിച്ചോർന്നു. മുന്നിൽ നടക്കുന്നവളെ ലക്ഷ്യമാക്കി വാഹനം മുന്നോട്ടെടുത്തു. വേഗത്തിൽ അവളെ തട്ടിത്തെറിപ്പിച്ച് പോകാനുള്ള ലക്ഷ്യത്തോടെ അവൾക്ക് നേരെ വണ്ടിയെടുത്തു. ചിലരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടെങ്കിലും അവർക്ക് പുറകിൽ നിന്ന് വിളിച്ചു പോകുന്നതിന് മുമ്പേ അവന്റെ കാർ അവൾക്കരികിൽ എത്തിയിരുന്നു. ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ ആരോ വലിച്ചു തള്ളി മാറ്റി. സൈഡിലേക്ക് ഇരുവരും മറിഞ്ഞു വീണതും കളിയിൽ തട്ടി നിധിയുടെ കൈ മുട്ടുമുറിഞ്ഞ് രക്തം പൊടിഞ്ഞു. ഒരു നീറ്റിലോടെ കൈ പൊത്തിപ്പിടിച്ച് നിധി പതിയെ എണീറ്റിരുന്നു. ചുറ്റുമൊന്ന് നോക്കി. തന്റെ തൊട്ടടുത്ത് നിലത്ത് വീണിടക്കുന്നവളെ സംശയത്തോടെ നോക്കി നിധി. അവൾ വേഗം എണീറ്റ് നിധിയെ പിടിച്ചെണീപ്പിച്ചു. അപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ അങ്ങോട്ട് ഓടി വന്നിരുന്നു. അയ്യോ മോളെ, എന്തെങ്കിലും പറ്റിയോ? അത് കൈലാസത്തിലെ നീരവ് കുഞ്ഞല്ലേ? എന്നിട്ടാണോ മോളോട് ഇങ്ങനെ? മോളെ ഇപ്പൊ തന്നെ ഇടിച്ചു തെറിപ്പിച്ച് പോയേനല്ലോ. തന്നെ നോക്കി ഓരോന്ന് പറയുന്നവരെ നിധി എന്ത് വേണമെന്നറിയാവുന്ന വിളറിക്കൊണ്ട് നോക്കി. കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ മോളെ. അത് സാരില്ല, കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അകന്ന് അല്പം മാറി നടന്നു പതിയെ. ആളുകളൊന്ന് അകന്നു പോയതും നിധി തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. മുറിവ് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൾ നിധിയുടെ കൈ പതിയെ പിടിച്ചു നോക്കി. രക്തം ഒലിച്ചിറങ്ങുന്ന കണ്ടതും തന്റെ ധാവണി തുമ്പ് വലിച്ച് കീറിയെടുത്ത് ആ മുറിവിൽ കെട്ടിത്തരുന്നവളെ സംശയത്തോടെ നോക്കി നിന്നു നിധി. താനിവിടെ വന്ന മുതൽ ക്ഷേത്രത്തിൽ തന്നെ പാളി നോക്കുന്ന അതേ മിഴികൾ. തന്നെ അത്രമേൽ അറിയുന്നവൾ, നിധി എന്ന് വിളിച്ച് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചവൾ. അങ്ങനെ ഒരാൾ തന്റെ ഓർമ്മയിൽ. പല ചിന്തകളോടെയും അല്പനേരം തന്റെ ഓർമ്മകളിൽ വകഞ്ഞു മാറ്റിയവൾ. അവസാനം അവളുടെ താടിത്തുമ്പിലെ കുഞ്ഞുമുറിയിൽ കണ്ണുടക്കിയതും നിധി എന്ന് വിളിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് ഓടി വരുന്നവരുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. തന്റെ കൈ സൂക്ഷിച്ച് കെട്ടിത്തരുന്നവളെ നോക്കിക്കൊണ്ട് തന്നെ പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചു. നീലു. തന്നെ നോക്കി വിളിക്കുന്ന നിധിയെ ഒരു ഭാവ്യത്യാസമില്ലാതെ നോക്കി നീലിമ. അപ്പം മറന്നിട്ടില്ല അല്ലേ? നീലിമയുടെ ചോദ്യത്തിനു മുമ്പിൽ വിതുമ്പലോടെ നീലു എന്ന് വിളിച്ച് അവളെ വാരി പുണർന്നു നിധി. തന്റെ ഇടറുന്ന മനസ്സിനെ തടഞ്ഞു വെച്ച് അവളെ തിരിച്ചും കൈകളാൽ പുണർന്നു നീലു. എന്നെ മറന്നിട്ടില്ലല്ലോ, അത് മതി നിധി. അങ്ങനെ മറക്കുമോ നീലു? അങ്ങനെ മറന്നു പോകുന്ന ഒന്നാണോ നീയും നളിനിയമ്മയും ഭാസ്കരച്ചനൊക്കെ? ആഹാ, എല്ലാവരെയും ഓർമ്മയുണ്ടോ? എന്നിട്ട് ഈ കഴിഞ്ഞ വർഷമൊക്കെയും ഞങ്ങൾ ആരെങ്കിലും കാണാനോ വിളിക്കാനോ തോന്നി നിനക്ക്? ഇല്ലല്ലോ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും കൈലാസത്തിലെ മരുമകളായി വന്നുകൊണ്ട് നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. എന്നീ വൈകണ്ട, ചെല്ല്. എന്നെ പറഞ്ഞു വിടാനായിട്ട് നിനക്ക് ധൃതിയായോ നീലു? ഭാസ്കരച്ചനും നളിനിയമ്മയൊക്കെ എവിടെ? എനിക്ക് അവരൊക്കെ ഒന്ന് കാണണം നീലു. ഇപ്പൊ അവരൊക്കെ കാണേണ്ട കാര്യമുണ്ടോ? ഇത്രയും വർഷമായി തോന്നാത്ത ആഗ്രഹം ഇപ്പൊ എന്നെ കണ്ടപ്പോഴാണ് തോന്നിയത്. ഇല്ല നീലു, കണ്ടില്ലേരി ഈ കഴിഞ്ഞ വർഷമൊക്കെയും എൻ്റെ മനസ്സിലൊരിടത്ത് നീയും നളിനിയമ്മയും ഭാസ്കരച്ചനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളിൽ നിന്നൊക്കെ മാറിയെന്ന് എൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ടായിരുന്നില്ല. നീലുവിനെ നോക്കി തൻ്റെ ഇതുവരെ എത്തിപ്പെട്ട എല്ലാ അവസ്ഥയും പറഞ്ഞു തീർത്തു നിധി. നിധി? വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചുപോയി നീലു. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതുപോലെയൊക്കെ പെരുമാറും നീലു. പക്ഷേ എൻ്റെ സാഹചര്യം. എങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളെ തേടി ഇറങ്ങുമെന്നത് എൻ്റെ മനസ്സിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു നീലു. സോറി നിധി, എൻ്റെ വിഷമം കൊണ്ടാണ് എനിക്ക് മനസ്സിലാവില്ലേ നീലു. നീ അങ്ങ് മാറിപ്പോയല്ലോടി. നിന്റെ താടിത്തുമ്പിൽ മറുകണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഒരു ചിരിയോടെ തന്നെ താടിത്തുമ്പിൽ പിടിച്ച് പറയുന്നവളെ നീലുവും പുഞ്ചിരിയോടെ നോക്കി. വീട് ഇവിടെ അടുത്താണോ നീലു? ആദ്യം നമ്മൾ താമസിച്ച അവിടുന്ന് ഒരു 6 വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്. നീ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ നിധി? ഉണ്ട്. എനിക്ക് നളിനിയമ്മയും ഭാസ്കരച്ചനെയൊക്കെ കാണണം. അപ്പം നീ വൈകിയ കൈലാസത്തിൽ തിരക്കില്ലേ നിധി? നീ പറഞ്ഞത് ശരിയാ നീലു. വിളിച്ചു പറയാൻ ഞാൻ ഫോൺ എടുത്തില്ല. സാരല്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് നാളെ പോവാം. നീ ഞങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇല്ലെങ്കിൽ നാളെ നിന്നെ കാണുമ്പോൾ ഇത്രയും കാലത്തെ പരാതി പറയാൻ അവർക്ക് നേരം കാണും. നിന്നെ തിരിച്ചു കിട്ടിയ എൻ്റെ ഭാഗ്യം തന്നെയാ നീലു. മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു പറഞ്ഞു നിധി. അച്ഛനോടും അമ്മയോടും എൻ്റെ അന്വേഷണം പറയണേ നീലു. നാളെ വൈകിട്ട് ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാം. ശരി നിധി. പിന്നെ വീട്ടിൽ ചെന്ന് കയ്യിൽ മരുന്ന് പുരട്ടണേ. നീ ഒറ്റയ്ക്ക് നടന്നു പോ നിധി, ഇല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിക്കാം.
വേണ്ട നീലു, ഇവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. എന്നാൽ ശരി നീലു, നാളെ കാണാം. പരസ്പരം സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞവർ. നീരവിന്റെ കാറ് ഗേറ്റ് കടന്നു നിന്നും അവന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയത് കാണാമായിരുന്നു. അകത്തേക്ക് കയറി ഒരു നീരവിനെ കണ്ട് ഒരു ചിരിയോട് അരുന്ധതിയും ബാക്കിയുള്ളവരും നോക്കി. നിധിയെ കാണുന്നില്ലെന്ന് കണ്ടതും സംശയഭാവത്തോടെ അവനിലേക്ക് മിഴികൾ പായിച്ചു. മോനെ നീരവ്, നിധി എവിടെ? ആ, എനിക്കറിയില്ല. അവന്റെ വാക്കുകൾ കേൾക്കെ എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. നിനക്കറിയില്ലെന്നോ? കുറച്ചു മുമ്പ് ഡ്രൈവർ ഒന്ന് പറഞ്ഞല്ലോ, നീ അതുവഴി പോയപ്പോൾ നീ നിധിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാളെന്നും പറഞ്ഞ് നീ തന്നെയല്ലേ ഡ്രൈവറെ ഇങ്ങോട്ട് അയച്ച്? ശരിയാ ഗ്രാൻമ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മരുമകള് അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായത്. നീരവ്, നീ എന്തൊക്കെയാ പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? വല്ല നല്ല ബോധമുണ്ടായി. സരസ്വതി പറഞ്ഞു തീരും മുമ്പേ നീര അവരെ നോക്കി പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും ഒരു പകപ്പോടെ നോക്കി അവനെ. നിങ്ങളൊക്കെ കരുതും പോലെ അവളത്ര വെടിപ്പൊന്നല്ല ആന്റി. നേരത്തെ നീരവ് വായി തോന്നുന്നു വിളിച്ചു പറയുമ്പോ ആരെക്കുറിച്ചാണെന്ന് ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം ഗ്രാൻമ? അശോകിന്റെ ഭാര്യ അല്ലേ? അപ്പൊ അവൾ എനിക്കൊരു ചേച്ചിയെ പോലെ, അല്ല ഏർത്തിയമ്മ പോലെ അല്ലേ? ആ ബഹുമാനത്തോടെ ഞാൻ ചെന്ന് വിളിച്ചപ്പോ എന്റെ കൂടെ വരില്ലാന്ന്, അവിടെ ഏതോ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അവൾ അവന്റെ കൂടെ വന്നോളാന്ന്. ഒന്നുമില്ലെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുടുംബത്തിലൊരാൾ, അത് നമ്മുടെ അശോകിന്റെ ഭാര്യത്തിന്റെ കൂടെ ബൈക്ക് കയറി വരുന്നത് എല്ലാവരും ഏത് കണ്ണോടെ കാണുന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഇത് ഞാൻ പറഞ്ഞതിന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെന്നെ തല്ലി. അത്രയും നേരം എല്ലാം കേട്ട് ഫോണിലേക്ക് നോക്കി സെറ്റിലിരുന്നിരുന്ന രാജേന്ദ്രവർമ്മ ദേഷ്യത്തോടെ എണീറ്റു. അവന്റെ വാക്കുകൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ മോനും അവളിൽ നിന്ന് അടികിട്ടിയെന്ന് കേട്ടതും മാലിനിക്ക് അടിമുടി ദേഷ്യം ഇരച്ചു കയറി. ഇത് തന്നെയാണ് അവസരം എന്നോർത്ത് കള്ളക്കണ്ണീരോടെ തന്റെ ഏട്ടന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പറയുന്നെല്ലാം കേട്ടില്ലേ ഏട്ട? തെരുവി കിടക്കുന്നതിനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയതേ ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടേണ്ടി വരും. കൈലാസത്തിലെ മക്കളുടെ മേൽ ഇത്രയും കാലം ആരെങ്കിലും കൈവച്ചിട്ടുണ്ടോ? എന്നിട്ട് അവളിന്ന് എന്റെ മോനെ അത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഏട്ട. ഇത്രയൊക്കെ ചെയ്ത് ഇവള് നാളെ വല്ലവന്റെ ഈ കുഞ്ഞിനെ ചുമന്ന് അത് അശോകിന്റെ തലയിൽ കെട്ടിവെക്കില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? മാലിനി! അരുന്ധതി ദേഷ്യത്തോടെ വിളിച്ചു മാലിനിയെ. അമ്മ അലവണ്ട, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നേ അമ്മയും പിന്നതേ ഈ സരസ്വതി തന്നെയാ. ഇത്രയ്ക്കായിട്ടും മതിയായില്ലെങ്കിൽ ഇനി അശോകിനെ അവൾ നശിപ്പിക്കുന്ന കൂടെ കാണേണ്ടി വരും. ഏട്ടന്റെ മോന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ അവളെ ഈ പടിക്ക് പുറത്താക്ക്. എല്ലാവരും ഒരു മകനെ നഷ്ടപ്പെട്ട വേദന തീരും മുമ്പേ അടുത്തുകൂടെ കാണേണ്ടി വരും ഏട്ടന്. മാലിനിയുടെ വാക്കുകളിൽ രാജേന്ദ്രവർമ്മയുടെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്ന കണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നോക്കിപ്പോയി അരുന്ധതിയും സരസ്വതിയും. ഏട്ടാ, അവളെ വെറുതെ വിടരുത്. ഞാൻ പറയുമ്പോൾ ഏട്ടന് വിഷമം വരുന്നൊക്കെ എനിക്കറിയാം. എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ എനിക്ക്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചെറുപ്പത്തിൽ താലി കെട്ടിന്റെ പേരിൽ ആരെങ്കിലും മനോനിലയേറ്റി ഒരുത്തനെ വിവാഹം കഴിക്കാൻ ഒരു എതിർപ്പും കാണിക്കാതെ തയ്യാറാവോ? ഇല്ല. പക്ഷെ ഇവൾ എന്തുകൊണ്ടാ സമ്മതിച്ച്? നമ്മുടെ അശോകിന്റെ സ്വത്തും പണവും കണ്ടിട്ട്. അതാവുമ്പോ ഇവനിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച് തീർക്കുന്നു. കാണുന്നവർക്ക് അവൾ വലിയ കുലസ്ത്രീ, എന്നിട്ടോ ആരും കാണാൻ കാമുകന്റെ കൂടെ ഉല്ലാസം. മാലിനി, നിർത്ത്. നീ ഈ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും മുമ്പ് അവൾക്ക് പറയാനുള്ള കൂടെ കേൾക്കണ്ടേ? ആ, ഇത് തന്നെയാ അവളുടെ വിജയം. ആരും അവളൊന്നും പറയില്ല, ചോദ്യം ചെയ്യില്ല. അത് തന്നെയാ അവളുടെ ആത്മവിശ്വാസം. അത് മുതലെടുത്താ അവൾ ഇതെല്ലാം ചെയ്യുന്നു. അവള് ചെയ്യുന്ന നീ കണ്ടോ മാലിനി? അമ്മയോട് പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. അമ്മ അവളെ കണ്ണടച്ച് വിശ്വസിച്ചേക്കുമല്ലേ? ഈ രീതിക്കാണെങ്കിൽ ഉടനെ ഈ വീട്ടിലൊരു മരണം കൂടെ നടക്കും അശോകിന്റെ. എന്നിട്ട് അവന്റെ പണവും അടിച്ചു മാറ്റി അവൾ ഇവിടുന്ന് പൊടിയും തട്ടിപ്പോവും. അപ്പോഴേ അമ്മ പഠിക്കൂ. ഓർത്തു വെച്ചോ മോനെ രാജ. നീ ഇവള് പറയുന്നെല്ലാം വിശ്വസിക്കുന്നുണ്ടോടാ? ഇവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ നിമിഷം അവൾ ഈ വീടിന്റെ പുറത്തായിരിക്കും. അതെല്ലാം മറിച്ച് ഇവൻ പറയുന്നതാണ് കള്ളമെങ്കിൽ പുറത്താകുന്ന ഇവനായിരിക്കും. ഉറച്ച വാക്കുകളോടെ രാജവർമ്മ പറയുമ്പോൾ ഒരു നിമിഷം മാലിനിയുടെയും നീരവിന്റെയും മനസ്സിൽ വെള്ളിടി വെട്ടി. താൻ പറഞ്ഞെല്ലാം കള്ളാണെന്ന് ഇവർക്ക് മനസ്സിലാവൂ? അതോ ഇല്ല, മനസ്സിലാവാൻ എന്ത് തെളിവ് നൽകാൻ കഴിയും ഇവൾക്ക്? സ്വയം ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വെറും പുച്ഛഭാവത്തോടെ നിന്ന് അവൻ അല്പനേരം കഴിഞ്ഞതോ ഗേറ്റ് കടന്ന് നടന്നു വരുന്ന നിധിയെ കാണെ അരുന്ധതിയുടെ മിഴികൾ വിടർന്നു. അമ്മേ, ദേ വരുന്നുണ്ട്. ഇന്നത്തോടെ അവളെ അടിച്ചിറക്കും അല്ലേ അമ്മേ? സാഗന്തി ഒരു ചിരിയോടെ മാലിനിയുടെ കാതിൽ പറഞ്ഞു. നീ നോയിക്കോ മോളെ, അവളെല്ലാരും കൂടെ നാട്ടിയിറക്കും. ഒരു വിജയച്ചിരിയോടെ അവൾ അകത്തേക്ക് വരുന്ന നോക്കി നിന്നു മാലിനി. മോളെ നിധി, നീ ഇത്രയും നേരത്തെ എവിടെയായിരുന്നു മോളെ? അല്പം വേവലാതിയോടെയാണ് അരുന്ധതി ചോദിച്ചത്. അമ്മേ വേണ്ട, അവളോട് ചോദിക്കാനുള്ള ഞാൻ തന്നെ ചോദിച്ചോളാം പറഞ്ഞുകൊണ്ട് രാജവർമ്മ ഇരുന്നിടന്ന് എണീറ്റ് മുറുകിയ മുഖത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. മോളെ സാഗുന്തി, കണ്ണു തുറന്ന് കണ്ടോ? അവളിപ്പം എൻ്റെ ഏട്ടൻ എടുത്തിട്ട് കൊടയും. അവിടെ നിലവിളി ഇപ്പൊ കേൾക്കാൻ നിനക്ക്. മാലിനി ഒരു ചിരിയോടെ സാഗുന്തിയുടെ കാതുകളിൽ പറഞ്ഞു. തന്നിലേക്കുള്ള രൂക്ഷമായ രാജവർമ്മയുടെ നോട്ടം കാണെ ഒന്നും മനസ്സിലാവാതെ സംശയഭാവത്തോടെ നോക്കി അയാളെ. എന്താ അച്ഛാ? നീ ഈ വീട്ടിൽ ആരാണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അച്ഛാ, ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞ നീ. നിനക്ക് ഞാൻ ചോദിച്ച മനസ്സിലായില്ലെന്നുണ്ടോ? ഇല്ല അച്ഛാ, എനിക്കറിയാം ഞാൻ ആരാണെന്ന്. അച്ഛൻ്റെ മകൻ അശോകിന്റെ ഭാര്യ. നീ ഇന്നലെ വരെ എങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഇന്ന് നീ എൻ്റെ മകന്റെ ഭാര്യ. ഈ കൈലാസത്തിലെ മരുമകളാണ് നിധി. അതെനിക്കറിയാലോ അച്ഛാ.
പിന്നെന്തിനാ ഈ കുടുംബത്തെ അപമാനപ്പെടുന്ന കാര്യങ്ങൾ നീ ചെയ്യുന്ന നിധി? ഇനി അതല്ല, എന്റെ സഹോദരി പറഞ്ഞ പോലെ അശോകിന്റെ സ്വത്ത് മാത്രമാണോ നിന്റെ മനസ്സിൽ? താൻ പറയാമെന്ന് മുഴുമിക്കും മുമ്പേ രാജവർമ്മയുടെ വാക്കുകൾ അവൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ചുട്ടുപൊള്ളിച്ചു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? മനസ്സിൽ പോലും ഞാൻ കരുതാത്ത കാര്യം പറയുന്ന അച്ഛാ. ഓ, നിന്റെ മനസ്സിൽ കണ്ടില്ല പോലും. അധികം പൂക്കണ്ണീർ ഒഴിക്കല്ലേ മോളെ. നോക്കി നിൽക്കാ, ചവിട്ടി പുറത്താക്കേട്ടാ. അവൾ നോക്കി ഉറഞ്ഞുള്ളിക്കൊണ്ട് മുന്നോട്ട് വന്ന് പറഞ്ഞു മാലിനി. അച്ഛാ, എനിക്കറിയണം ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇത്രത്തോളം ക്രൂശിക്കുന്നതെന്ന്. നിനക്കിനി എന്തറിയണം നാടി? നിന്റെ തനിക്കോണം അത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. മാലിനിയുടെ വാക്കുകൾക്ക് മുൻഗണന നൽകാതെ നിധി രാജവർമ്മയെ നോക്കി. അച്ഛാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അശോകിന്റെ സ്വത്തോ പണമോ കണ്ടിട്ടല്ല ഞാൻ ഈ പടികൾ കയറിയത്. ഓ, നീ വലിയ പുണ്യവതി. പിന്നെ എന്ത് കണ്ടിട്ടാടി? മാലിനി വേണ്ട. അവരെ തുറിച്ചുപോയിക്കൊണ്ട് സരസ്വതി രൂക്ഷമായി തന്നെ പറഞ്ഞുകൊണ്ട് നിധിയുടെ മുന്നിലേക്ക് ചെന്നു. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.